ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് അജി. സ്വദേശം പത്തനംതിട്ടയാണ്. ഇപ്പോൾ താമസം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്താണ്. ഈ കഴിഞ്ഞ 2025 ഓഗസ്റ്റ് ആയപ്പോൾ ഞാൻ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വന്നിട്ട് 8 വർഷമാകും. ആദ്യകാലത്ത് സ്റ്റാർ ഹെൽത്ത് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് മറ്റു കമ്പനികളും ചെയ്യാൻ തുടങ്ങി. ഇന്ന് കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ തിരുവനന്തപുരത്ത് പാറശാല മുതൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം വരെ എനിക്ക് കസ്റ്റമർ ഉണ്ട്. കേരളത്തിന് പുറത്ത് മലയാളികളുള്ള ബാംഗ്ലൂർ, ഡൽഹി, പൂനെ, മുംബൈ, ചെന്നൈ തുടങ്ങിയ വൻ നഗരങ്ങളിലും എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം നമുക്ക് ലഭിക്കണം, എന്തെല്ലാം അതിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ആദ്യം ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ആ ആഗ്രഹത്തിനനുസരിച്ച് ഏതെങ്കിലും പോളിസികൾ മാർക്കറ്റിൽ ലഭ്യമാണോ എന്നുകൂടി നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പോളിസിയിൽ ചേരാൻ ഏജ് ലിമിറ്റ് പാടില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും പോളിസി എടുക്കാൻ കഴിയണം. 65 വയസ്സ്, 75 വയസ്സ് എന്നിങ്ങനെ ലിമിറ്റ് ഉണ്ടാകാനായിട്ട് പാടില്ല. രണ്ടാമത്തെ കാര്യം, ക്ലെയിം ഇല്ലെങ്കിൽ എൻ്റെ പോളിസിയിൽ പ്രീമിയം കൂടാൻ പാടില്ല. കാരണം ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല, അതുവഴി കമ്പനിക്ക് നഷ്ടം വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രീമിയം കൂടാനും പാടില്ല. മൂന്നാമത്തെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, ഇനി വന്നേക്കാം. അത്തരം അസുഖങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട് ഇനി പുതിയതായിട്ട് വരുന്ന അസുഖങ്ങൾക്കോ പോളിസി എടുത്ത് 3 വർഷം കഴിഞ്ഞേ ക്ലെയിം കിട്ടൂ എന്ന കണ്ടീഷൻ പാടില്ല. പിന്നെ അതുകൊണ്ട് ഈ പോളിസി കൊണ്ട് വലിയ കാര്യങ്ങളില്ല. കാരണം ചെറിയ അസുഖങ്ങൾ എപ്പോഴും ആർക്കും വരാവുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കവർ ചെയ്യുന്നതും കൂടിയാകണം എൻ്റെ പോളിസി. അത്തരത്തിലൊരു പോളിസി വേണം സെലക്ട് ചെയ്യാനായിട്ട്. നാലാമത്തെ കാര്യം, ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന മുഴുവൻ തുകയും ലഭിക്കണം. 5 ലക്ഷം സം ഇൻഷുർഡേ ഉള്ളൂ, അതുകൊണ്ട് ഇത്രയേ തരാൻ കഴിയൂ. മോഡേൺ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുത്തത്, അതുകൊണ്ട് പകുതിയെ തരാൻ കഴിയൂ. ഇത് ബോണസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്, അത് ഈ ട്രീറ്റ്മെന്റിന് എടുക്കാൻ കഴിയില്ല. കൺസ്യൂമബിൾസ് ഇതിൽ കവർ ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ചു തുക കയ്യിൽ നിന്ന് അടയ്ക്കണം തുടങ്ങിയ പലതരം തടസ്സവാദങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. മുഴുവൻ തുക ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ലഭിക്കാറില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ല. ചികിത്സയ്ക്ക് ചിലവാകുന്ന മുഴുവൻ തുകയും ലഭിക്കണം. എല്ലാ മോഡേൺ ട്രീറ്റ്മെന്റുകളും മുഴുവൻ തുകയും ലഭിക്കണം. മോഡേൺ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് കുറച്ച് തുക കട്ട് ചെയ്യുന്ന പരിപാടിയും ഉണ്ടാകാൻ പാടില്ല. എല്ലാ നോൺ മെഡിക്കൽ ഐറ്റംസും അതിനകത്ത് കവർ ആവുകയും വേണം. ഈ പേഷ്യന്റിന്റെ ഫുഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ നമുക്ക് ലഭിക്കാൻ പറ്റണം. ചുരുക്കത്തിൽ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ തന്നെ സെറ്റിൽ ചെയ്യണം. അഞ്ചാമത്തെ കാര്യം, റൂം റെന്റിന് ലിമിറ്റേഷൻസ് പാടില്ല. ആശുപത്രിയിൽ പോയാൽ എല്ലാ ക്ലെയിമിലും നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഷയം അതാ. ഏത് റൂമും കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാൻ കഴിയണം. അതിന് മുഴുവൻ തുകയും ലഭിക്കുകയും വേണം. ആറാമത്തെ കാര്യം, 24 മണിക്കൂർ അഡ്മിഷൻ ഉണ്ടായാലേ ക്ലെയിം തരികയുള്ളൂ എന്ന കണ്ടീഷൻ പാടില്ല. അത് ഇച്ചിരി വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ ചെറുതൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂർ അഡ്മിഷൻ മാത്രം വന്നിരിക്കുന്ന കണ്ടീഷനിലും നമുക്ക് ക്ലെയിം ലഭിക്കണം. ഏഴാമത്തെ കാര്യം, ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. എന്താണ്? ക്ലെയിം റിജക്ഷൻ. അസുഖം വന്ന് ആശുപത്രിയിൽ പോയി ചികിത്സയും കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അറിയുക ക്ലെയിം റിജക്റ്റ് ആയി എന്നുള്ളത്. പിന്നീട് അവിടുത്തെ പണം അടയ്ക്കാനുള്ള നെട്ടോട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ദുരവസ്ഥ അവസാനിക്കണം. പകരം കമ്പനിയെ നേരത്തെ അറിയിച്ച് ക്ലെയിം റിജക്റ്റ് ആകില്ല എന്ന് ഉറപ്പ് മേടിക്കാനുള്ള ഒരു സംവിധാനം കമ്പനികൾ ഏർപ്പെടുത്തണം. വെഹിക്കിൾ ഇൻഷുറൻസിലുള്ള പോലെ ക്ലെയിം പ്രോമിസ് പോലെ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള കസ്റ്റമേഴ്സിനും കമ്പനിക്കും ഏജന്റിനും എല്ലാം വലിയ ഒരു ഉപകാരമാകുന്ന ഒരു വിഷയമായിരിക്കും. എട്ടാമത്തെ കാര്യം, ഒരു വ്യക്തി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അത്യാവശ്യം എക്സർസൈസ് ചെയ്യാറുണ്ടാകും. അയാൾ അത്യാവശ്യം എക്സർസൈസുകൾ ചെയ്തു പോകുന്ന ആളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാനുള്ള സാധ്യതകളും കുറവായിരിക്കും. അതുമൂലമുള്ള ആശുപത്രി ട്രീറ്റ്മെന്റുകൾക്കും സാധ്യത കുറവായിരിക്കും. ഇത് കമ്പനികൾക്ക് ലാഭമാണ് ഉണ്ടാക്കുക. ആ ലാഭത്തിൽ ഒരു പങ്ക് ആ വ്യക്തികൾക്ക് റിന്യൂവലിൽ ഡിസ്കൗണ്ട് ആയി കൊടുക്കാൻ കഴിയണം. അഥവാ അവരുടെ ഹെൽത്ത് അവർ ടേക്ക് കെയർ ചെയ്യുന്നതിന് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലെ അവരുടെ പ്രീമിയത്തിൽ ഒരു കുറവ് കൊടുക്കണം. ഒമ്പതാമത്തെ ആവശ്യം, മിക്കപ്പോഴും ഭൂരിപക്ഷം ആളുകൾക്കും ചികിത്സ വേണ്ടി വരുന്നത് OPD അഥവാ ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ്. നിലവിലുള്ള പോളിസികളിൽ 99% OPDക്ക് ഒന്നും ഒരു കവറേജും നൽകുന്നില്ല. അതുകൊണ്ട് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷനും കവർ ചെയ്യണം. എന്ന് കരുതിയിട്ട് ഈ 500 രൂപ 1000 രൂപ എന്നുള്ള ചെറിയ എമൗണ്ടുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വർഷത്തിൽ പല തവണയായിട്ട് ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ വേണ്ടി വന്നാൽ പോലും അത് കവർ ചെയ്യാനായിട്ട് കഴിയണം. പത്താമത്തെ കാര്യം, ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു അവസ്ഥ,
കമ്പനികൾ കൊടുക്കുന്ന ഈ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് മിക്കതും മോശമാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടെസ്റ്റുകളൊന്നും വരണമെന്നില്ല. ഇനി ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു ചെറിയ ലാബിൽ എവിടെയോ ആയിരിക്കും. അതുകൊണ്ട് മുഴുവൻ ഹെൽത്ത് ചെക്കപ്പും ഓപ്ഷണൽ ആക്കി മാറ്റണം. അത് വേണ്ടവർക്ക് മാത്രം അതിന്റെ പ്രീമിയം അടച്ചാൽ മതി എന്നുമാക്കണം. അപ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുകൂടി കഴിയുന്ന തരത്തിലുള്ള നല്ല ഒരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഓപ്ഷൻ പോളിസിയിൽ ആഡ് ചെയ്യുകയും വേണം. അത് ആവശ്യമുള്ളവർക്ക് എടുത്തോട്ടെ. ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുന്നത് കാരണം പ്രീമിയത്തിൽ അവരുടെ ആ ഒരു പ്രീമിയം അതിന് വരുന്ന അഡീഷണൽ തുക കുറച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഉപകാരം ഉണ്ടാവും. 11ാമത്തെ കാര്യം സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ആണ്. മിക്ക പോളിസികളിലും വലിയ ഒരു വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇത് പറയും. പക്ഷേ ഇതുപോലെയുള്ളവ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് കഴിയണം. മിക്കപ്പോഴും അതിന് ലിമിറ്റേഷൻസ് അവർ വെക്കാറുണ്ട്. എപ്പോഴൊക്കെയാണ് അതിന് ആവശ്യം വരിക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. വർഷത്തിൽ 2 എണ്ണമേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന അസുഖങ്ങൾക്ക് മാത്രമേ പറ്റൂ തുടങ്ങിയ കണ്ടീഷൻസ് ഇതിന് ഉണ്ടാക്കായി വെക്കരുത്. അതില്ലാത്ത രീതിയിൽ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ കൊടുക്കണം. 12ാമത്തെ ആവശ്യം ഇന്ന് രാവിലെയും ഞാൻ ആഗ്രഹിച്ചതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സിനെ കാണിക്കാൻ പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഈ വന്ന കാലത്ത്. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻസ് തരണം. കാരണം ഓൾറെഡി ഈ കമ്പനികളിൽ ക്ലെയിംസിനും അണ്ടർ റൈറ്റിങ്ങിനും ഒക്കെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരെ ഇതിനായി നിയോഗിച്ചാൽ മതി. കസ്റ്റമറിന് ഇത് ഏറെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷൻ സർവീസ് ആയിട്ട് കമ്പനികൾക്ക് ഇത് കൊടുക്കാം. നല്ല സർവീസ് ആണെങ്കിൽ അതിനുവേണ്ടി 500 രൂപയോ 1000 അഡീഷണൽ പ്രീമിയം അടച്ചാലും നമുക്കത് ലാഭമാണ്. കമ്പനിക്കും നല്ലതാണ്. ശരിക്കും കമ്പനിക്കാണ് കൂടുതൽ നല്ലത്. കാരണം കസ്റ്റമറിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഏത് കസ്റ്റമറിന് എന്നത്തേക്ക് എന്ത് ക്ലെയിം വരാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തിരിച്ചറിയാനും കഴിയും. ഒരു ഗേറ്റ് കീപ്പറെ പോലെ വർക്ക് ചെയ്യാൻ കഴിയും. അവർക്ക് താല്പര്യമുള്ള ഹോസ്പിറ്റൽസിനെ റെക്കമെൻഡ് ചെയ്യാനും ആ കമ്പനിക്ക് കഴിയും. ഇത് 2 ഉപകാരമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലെയിമുകൾ ഒഴിവാക്കും. 2, ഫ്രോഡ് ക്ലെയിമുകളെ നിയന്ത്രിക്കാനും കഴിയും. അതിലെല്ലാം ഉപരി ഈ മേഖലയിൽ ഈ മൊത്തം ഹെൽത്ത് ഇൻഷുറൻസിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രീമിയം നിങ്ങൾക്ക് നിയന്ത്രിക്കാനും കഴിയും. അത് റിന്യൂവൽ വരുമ്പോൾ കസ്റ്റമർക്ക് സംതൃപ്തിയും കൊടുക്കും. എല്ലാവർക്കും നല്ലതാണിത്. ഇനി 13ാമത്തെ കാര്യം, VIP പരിഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്തിരി അഡീഷണൽ പ്രീമിയം അവർ അടയ്ക്കാനായിട്ട് തയ്യാറുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ പരിഗണന വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവും ഡെഡിക്കേറ്റഡുമായ ഒരു പ്രത്യേകം സർവീസ് ടീമിനെ കൊടുക്കാൻ കഴിയണം. പരാതിരഹിതമായിട്ട് അതിനെ നിലനിർത്താനും കഴിയണം. 14ാമത്തെ കാര്യം, നമുക്ക് അവയവം മാറ്റിവെക്കേണ്ട ചികിത്സ വേണ്ടി വന്നാൽ നമുക്ക് അവയവം തന്ന ആളുടെ അത് സംബന്ധമായ ചികിത്സാ ചെലവ് മിക്ക പോളിസികളും കൊടുക്കുന്നുണ്ട്. എല്ലാ പോളിസികളിലും വലിയ അക്ഷരത്തിൽ അത് വെക്കാറുമുണ്ട്. പക്ഷേ അവർക്ക് ചികിത്സ കൊടുത്തത് കാരണം നമുക്ക് ചികിത്സിക്കാനുള്ള തുക തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുമുണ്ട്. കാരണം എന്താ? ലിമിറ്റഡ് ആയിട്ടുള്ള സം ഇൻഷ്യൂർഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അത് നമുക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കണമെങ്കിൽ സം ഇൻഷ്യൂർഡിന് ലിമിറ്റേഷൻസ് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലൊരു പോളിസി വേണം ചൂസ് ചെയ്യാനായിട്ട്. 15ാമത്തെ കാര്യം, ഇന്ത്യക്ക് പുറത്തു പോയി നല്ല ചികിത്സ കിട്ടിയാൽ രോഗം ഭേദമാകും എന്നൊരു കണ്ടീഷൻ വന്നു എന്ന് വെക്കുക. അങ്ങനെ പുറത്തുപോയി ചികിത്സിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പോളിസിയിൽ കവറേജ് കൊടുക്കണം. ഏത് രാജ്യത്തും പോകാൻ പറ്റണം, ഏത് ചികിത്സയ്ക്കും പോകാൻ കഴിയണം. ഇന്നതിന് പറ്റൂല എന്ന് കണ്ടീഷൻ പാടില്ല. പരമാവധി കണ്ടീഷൻസ് കുറവുള്ളതായിരിക്കണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതായിരിക്കും. അങ്ങനെ വരുമ്പോൾ വിദേശത്തുള്ള മക്കൾക്ക് നാട്ടിലുള്ള പേരൻസിനെ പുറത്തു കൊണ്ടുപോയി അവരോടൊപ്പം നിർത്തി ചികിത്സിപ്പിക്കാനും അവരെ പരിചരിക്കാനും സാധിക്കും. നമ്മുടെ നാട്ടിലുള്ള ഇന്നത്തെ പ്രായമായവരുടെ മാതാപിതാക്കളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ മക്കളുടെ മാനസികമായ ഒരു വിഷമവും ഇതിലൂടെ മാറ്റാനായിട്ട് കഴിയും. 16ാമത്തെ കാര്യം, ഈ പറഞ്ഞതെല്ലാം ചേർത്ത് ഒരു പോളിസി എടുത്താൽ അത്യാവശ്യം നല്ല പ്രീമിയം വരും. സ്വാഭാവികമായിട്ടും വരും. കാരണം നല്ല ബിരിയാണിക്ക് നല്ല വില വരും. മറ്റ് കമ്പനികളുടെ ചെറിയ പോളിസികൾ നിലവിലുള്ളവർക്ക് അതിനോടൊപ്പം ഇതും എടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവർക്ക് ഇതൊരു ടോപ്പപ്പ് ആയിട്ട് നല്ല ഉപകാരത്തിൽ തന്നെ എടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരള സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള മെഡിസെപ്പ് പോലെയുള്ള പോളിസി ഉള്ളവർക്ക് 2 ഒരേ ആവശ്യത്തിന് പണം മുടക്കുന്നത് പോലെ ഒരു അവസ്ഥയാകും വരിക ഒരു ഫുൾ പ്രീമിയത്തിൽ ഫുൾ കവറേജിൽ ഇത് എടുക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ 10,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കവറേജിൽ അത്രയും തുക കുറച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. അതിന് ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ എന്നാണ് പറയുക. അങ്ങനെ ആക്കി വെക്കാനായിട്ട് കഴിയണം. അതിനനുസരിച്ച് പ്രീമിയത്തിൽ അത്യാവശ്യം നല്ല കുറവും ലഭിക്കണം. എങ്കിൽ മാത്രമാണ് അതൊരു ഉപകാരപ്രദമായ ഓപ്ഷനായിട്ട് നമുക്ക്
കണക്കാക്കാൻ കഴിയുക. ഇതൊരു ടോപ്പ് അപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ പറയുന്ന ബെനിഫിറ്റുകളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും, നമുക്ക് കവറേജും ലഭിക്കും. അവസാനത്തെ ആവശ്യം, 17ാമത്തെ ആവശ്യം റോഡ് ആംബുലൻസ് ആണ്. അതും വലിയൊരു പ്രശ്നമാണ്. നിലവിൽ ഭൂരിപക്ഷം ആളുകളും അത്തരം ചിലവുകളൊന്നും ക്ലെയിം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം 15,000 രൂപയായിരിക്കും നമുക്ക് ആയത്, പക്ഷെ 1,500 രൂപ അല്ലെങ്കിൽ 2,000 രൂപയാണ് കമ്പനി അതിന് വേണ്ടിയിട്ട് തരിക. ഇങ്ങനെ ആയതുകൊണ്ട് മിക്കവരും അത് ക്ലെയിം ചെയ്യൂല. ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്തണം. പകരം നമുക്ക് എത്രയാണോ ചെലവ് വരുന്നത് ആ തുക ലഭിക്കണം. ഇനി എയർ ആംബുലൻസ് ആണ് വേണ്ടി വന്നെങ്കിൽ അത് ലഭിക്കണം. ഇനി ഭാവിയിൽ ഡ്രോൺ ആംബുലൻസ് വന്നു എന്ന് വെക്കുക, അതും നമുക്ക് കവറേജ് ചെയ്യാൻ കഴിയണം. ഇങ്ങനെ എല്ലാമുള്ള ഒരു പോളിസി ഉണ്ടെങ്കിൽ അതാണ് ഉത്തമ പോളിസി. അത് ഉത്തമ വിശ്വാസത്തോടെ എടുത്തു വെക്കാം, ആവശ്യം വന്നാൽ ഉപയോഗിക്കാം, അതിലെല്ലാം ഉപരി മനസമാധാനത്തോടെ ജീവിക്കാം. പക്ഷെ ഒരു കാര്യം, എത്ര നല്ല കാർ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഓടിക്കുന്ന ഡ്രൈവർ നന്നല്ലെങ്കിൽ ആ കാർ കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. മനസ്സിലായി കാണുമല്ലോ. വണ്ടി ഇടിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നല്ലൊരു വണ്ടി എടുത്താൽ അതിന്റെ പണിക്കുള്ള ചെലവ്. അതുകൊണ്ട് നല്ല ഒരു ആരോഗ്യ പോളിസി നോക്കുന്നതിനൊപ്പം തന്നെ അതിന് നന്നായി സർവീസ് തരാൻ കഴിയുന്ന ഒരു ഏജന്റിനെയും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. നല്ലൊരു ആന ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ നന്നായി നടത്താൻ അറിയാവുന്ന ഒരു പാപ്പാൻ കൂടി വേണം. ഇല്ലെങ്കിൽ ആനയുള്ള തറവാട് ആന ഉണ്ടായിരുന്ന തറവാടായിട്ട് മാറും. അതുപോലെ നിങ്ങളുടെ കുടുംബം ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഫാമിലിയിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്ന ഫാമിലി ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഏജന്റിനെ തിരഞ്ഞ് എടുക്കുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, തിരഞ്ഞ് എടുക്കുക. ഇനി ഇങ്ങനെയെല്ലാം ലഭിക്കുന്ന പോളിസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ട് തയ്യാറായത് പോലും. വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവുമില്ല. എനിക്കും ഗുണമില്ല, നിങ്ങൾക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. ജനങ്ങൾക്ക് സൊല്യൂഷൻസ് കൂടി കൊടുക്കാൻ കഴിയണം എന്നാണ് എൻ്റെ നിലപാട്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു പോളിസി ആയിട്ട് ഞാൻ ഇപ്പോൾ കണ്ടത് നിവാ ബൂപ്പയുടെ റീഅഷ്യൂർ 3.0 എന്ന പോളിസിയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കാൻ തുനിഞ്ഞത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ 17 കാര്യങ്ങളും കൂടാതെ മറ്റൊരുപാട് ബെനിഫിറ്റുകളും ഈ പ്ലാനിൽ കണ്ടു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിൽ പ്രധാനപ്പെട്ടതും എടുത്തു പറയേണ്ടതുമായ ബെനിഫിറ്റുകൾ, ഒന്നാമത്തത് ഡിപ്രഷൻ, ആസ്മ, ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങൾക്കടക്കം 145 രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലാതെ ഈ പോളിസിയിൽ നിവാ ബൂപ്പ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം അസുഖങ്ങളുടെ ലിസ്റ്റ് ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ലഭിച്ചത് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുമുണ്ട്. ഇനി വീഡിയോ നിർത്തി അത് വായിച്ചു നോക്കുക. കൂടാതെ സോറിയാസിസ്, എപ്പിലെപ്സി തുടങ്ങിയ മാരക രോഗങ്ങൾ പെർമനന്റ് എക്സ്ക്ലൂഷൻ ആയിട്ടും ഈ പോളിസിയിൽ സ്വീകരിക്കുന്നതാണ്. എന്താണ് ഈ പെർമനന്റ് എക്സ്ക്ലൂഷൻ? ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർക്ക് കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന എൻ്റെ നമ്പറിൽ നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻഡെപ്ത് ആയിട്ടുള്ള, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പോളിസി എടുക്കാനായിട്ട് 100% സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകും. പിന്നീട് അങ്ങോട്ടുള്ള കാലം നിങ്ങളുടെ വിശ്വസ്തനായ ഒരു ഏജന്റായി നിങ്ങളോടൊപ്പം, കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റീഅഷ്യൂർ 3.0 എന്ന ഈ നിവാ ബൂപ്പ പ്ലാനിന് 4 വേരിയന്റുകളുണ്ട്. റീഅഷ്യൂർ 3.0 എന്ന് മാത്രം കേട്ടാൽ പോരാ, അത് വേരിയന്റ് ഏതെന്ന് കൂടി മനസ്സിലാക്കണം. ഒന്നാമത്തെ വേരിയന്റിന്റെ പേര് ക്ലാസിക് എന്നാണ്. അതാണ് ബേസിക് വേരിയന്റ്. അതിൽ സം ഇൻഷേർഡ് അൺലിമിറ്റഡ് തന്നെയാണ്. പക്ഷേ റൂം റെന്റിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ജനറൽ വാർഡ് മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുക. എയർ ആംബുലൻസ് ഇല്ല. റോഡ് ആംബുലൻസിന് നേരത്തെ പറഞ്ഞ പോലെ 2,000 രൂപയെ കിട്ടുകയുള്ളൂ. മോഡേൺ ട്രീറ്റ്മെന്റ് 10 ലക്ഷം വരെ ലഭിക്കുകയുള്ളൂ. ലിമിറ്റേഷൻ ഉണ്ട്. ക്ലെയിം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പ്രായത്തിനനുസരിച്ച് പ്രീമിയവും കൂടും. അതേപോലെ ഈ വേരിയന്റിൽ വിദേശത്ത് പോയി ചികിത്സിക്കാനും കഴിയില്ല. ഇത് ബേസ് വേരിയന്റ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഇതിലില്ല. അതിന് കാരണം ഇതാണ് ഏറ്റവും ബേസ് വേരിയന്റ്. കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയവും ഇതിനാണ്. അതുകൊണ്ട് ആരെങ്കിലും റീഅഷ്യൂർ 3.0 ആണ് പോളിസി എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി വീഴരുത്. അത് ഏതാണ് വേരിയന്റ് എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ വേരിയന്റിന്റെ പേര് സെലക്ട് എന്നാണ്. അതിൽ ട്വിൻ ഷെയറിംഗ് റൂം എടുക്കാൻ പറ്റും, എങ്കിലും സിംഗിൾ റൂം പറ്റില്ല. കൂടാതെ റോഡ് ആംബുലൻസ് മാത്രമേ ഉള്ളൂ, അതും 2,000 രൂപ വരെ മാത്രം. മോഡേൺ ട്രീറ്റ്മെന്റിന് 10 ലക്ഷം രൂപയെ ലഭിക്കൂ. ലോക്ക് ദ ക്ലോക്ക് ബെനിഫിറ്റുമില്ല. നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വിദേശത്ത് പോയി ചികിത്സിക്കാനായിട്ട് 10 ലക്ഷം രൂപ വരെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എടുക്കാം, അഡീഷൻ ആയിട്ട് ആഡ് ചെയ്തെടുക്കണം. ആ ഓപ്ഷന് പറയുന്ന പേര് ബോർഡർലെസ് എന്നാണ്. അതിരുകളില്ലാതെ എവിടെയും പോയി ചികിത്സിക്കാം എന്നാണ് അവർ ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ വേരിയന്റ് മുതലാണ് നമ്മൾ പറഞ്ഞ
മിക്ക ബെനിഫിറ്റുകളും വരിക. എൻ്റെ അടുക്കൽ വരുന്ന എല്ലാ കസ്റ്റമറിനും ഞാൻ ഇനി പറയുന്ന ഈ 2 വേരിയന്റുകൾ മാത്രമേ കൊടുക്കാറുള്ളൂ. മൊത്തം 4 വേരിയന്റ്, അതിൽ 2 വേരിയന്റ് നമ്മൾ എടുക്കണില്ല, 2 വേരിയന്റ് മാത്രമാണ് എടുക്കുന്നത്. അതിൽ ഒരു വേരിയന്റ് ഏതാണെന്നറിയുമോ? എലൈറ്റ് എന്നാണ് ഈ വേരിയന്റിന്റെ പേര്. ഇതിൽ ഡീലക്സും സ്യൂട്ടും ഒഴികെ ബാക്കി എല്ലാ റൂമുകളും കവർ ചെയ്യും. ഡീലക്സും സ്യൂട്ടും ഒഴികെ ബാക്കിയെല്ലാം കവർ ചെയ്യും. റോഡ് ആംബുലൻസിന് മുഴുവൻ തുകയും ലഭിക്കും. 5 ലക്ഷം വരെ എയർ ആംബുലൻസിന് ലഭിക്കും. മോഡേൺ ട്രീറ്റ്മെന്റ് മൊത്തം തുകയും ലഭിക്കും. ബോർഡർലെസ് എന്ന ബെനിഫിറ്റും ഇതിനെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എടുക്കാം. പക്ഷേ അതിൽ ചികിത്സിക്കാവുന്ന അസുഖങ്ങൾക്ക് മാത്രം ലിസ്റ്റ് ഉണ്ട്. ചികിത്സിക്കാവുന്ന അസുഖങ്ങൾക്ക് മാത്രം ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ മാത്രമാണ് പുറത്തുപോയി ചികിത്സിക്കാൻ കഴിയുക. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം ബെനിഫിറ്റുകളും ഇതിനകത്ത് കിട്ടും, കുറച്ചെണ്ണം മാത്രം കുറവ്. അടുത്തതാണ് ടോപ്പ് വേരിയന്റ്. അതിന്റെ പേര്, അതിന് നിവാബൂബ ഇട്ടിരിക്കുന്ന പേര് പോലും ബ്ലാക്ക് എന്നാണ്. സാധാരണഗതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിലൊന്നും ഇത്തരത്തിലുള്ള പേരുകൾ കൊടുക്കാറില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ബ്ലാക്ക് എന്ന പേര് കൊടുത്തു എന്ന് ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ബിസിനസ് ഹെഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്ലാക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വെറും ബെസ്റ്റ് അല്ല, ഏറ്റവും ബെസ്റ്റ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അഥവാ സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന അപ്പർ ക്ലാസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന വേരിയന്റ്. ഒന്നിനും ഒരു സബ് ലിമിറ്റും ഒരു കണ്ടീഷനും ഇല്ല. സ്വാഭാവികമായിട്ടും അതിന് ബെനിഫിറ്റുകളും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ പ്രീമിയവും കൂടുതലായിരിക്കും. ഇതാണ് ഈ പോളിസിയിലെ ഏറ്റവും കൂടിയ പ്രീമിയം കാറ്റഗറി, സൂപ്പർ കാറ്റഗറി. 5 വർഷം വരെയുള്ള പ്രീമിയം ഒരുമിച്ച് അടയ്ക്കാൻ ഈ പോളിസിയിൽ കഴിയും. അത് എല്ലാ വേരിയന്റിലും കഴിയും. അങ്ങനെ എടുത്താൽ വലിയൊരു ശതമാനം പ്രീമിയം ഡിസ്കൗണ്ടായും ലഭിക്കും. 2ാമത്തെ വർഷത്തെ പ്രീമിയത്തിന് 10%, 3, 4, 5 വർഷത്തെ പ്രീമിയത്തിൽ 12.5% വീതം ലഭിക്കും. ഫസ്റ്റ് ഇയറിലെ അടക്കം ടോട്ടൽ പ്രീമിയത്തിൽ വരുന്ന ഡിസ്കൗണ്ട് നോക്കിയാൽ 10.5%. നമ്മൾ ഈ 5 വർഷത്തെയും കൂടെ ടോട്ടൽ എടുത്താൽ 10.5% നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടും. 5 വർഷത്തേക്ക് ഒരുമിച്ച് പോളിസി എടുക്കുമ്പോൾ 1 ലക്ഷം രൂപയാണ് പ്രീമിയം വരുന്നതെങ്കിൽ 10,500 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും എന്നർത്ഥം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ മന്ത്ലി EMI ആയും അടയ്ക്കാം. പക്ഷേ സിബിൽ സ്കോർ നല്ലതായിരിക്കണം. മറ്റ് EMI ബൗൺസുകൾ ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ പോളിസി എടുക്കുന്നത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടർ ഇൻഷുർഡ് മെമ്പർ ആയിട്ടുള്ള ഒരു ഫാമിലിയോ ആണെങ്കിൽ 5% ഡോക്ടർ ഡിസ്കൗണ്ട് കിട്ടും. ഇത് എല്ലാ കാറ്റഗറി ഡോക്ടർമാർക്കും കിട്ടും. അലോപ്പതി, ഹോമിയോ, ആയുർവേദം വ്യത്യാസമില്ല. ഡോക്ടർ ആയാൽ മതി, അവർക്ക് കിട്ടും. ഈ നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ഡോക്ടർ ആകണം. അങ്ങനെ നോക്കുമ്പോൾ 15.5% തുടക്കത്തിൽ തന്നെ ടോട്ടൽ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും. ഇനി പോളിസി എടുക്കുന്ന ഫാമിലി NRI ആണെങ്കിൽ, മുഴുവൻ ഫാമിലിയും പുറത്താണെങ്കിൽ വർഷം തോറും 15% വീതം ഡിസ്കൗണ്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലത്തോളം ഒരു NRI ആയി തുടരുന്നു അത്രയും കാലം. അങ്ങനെ ഒരു NRI ആയ ഡോക്ടർ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ 30% വരെ ഡിസ്കൗണ്ടിൽ ഈ പോളിസി എടുക്കാൻ കഴിയും. NRI ഡിസ്കൗണ്ടും ഡോക്ടർ ഡിസ്കൗണ്ടും പിന്നീടുള്ള വർഷങ്ങളിലും തുടർന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എല്ലാ റിന്യൂവലിലും നമുക്കത് ഉപയോഗിക്കാനും കഴിയും. അതിപ്രധാനവും ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതുമായ മറ്റൊരു കാര്യം, ഈ പോളിസിയിലേക്ക് പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് പോർട്ടിങ് പറ്റുമോ എന്നാണ്. നിലവിൽ നിവാബൂപ്പ റീഅഷ്യൂർ 3.0 പോർട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ പോർട്ട് ചെയ്യുമ്പോൾ പഴയ പോളിസി എടുത്ത ശേഷം വന്ന അസുഖങ്ങൾ അടക്കം എല്ലാ ആരോഗ്യ വിവരങ്ങളും കമ്പനിയെ അറിയിക്കണം. കൂടാതെ ഒരു പേഴ്സണൽ ആക്സിഡന്റ് പോളിസി കൂടി ചേർത്തെടുക്കുകയാണെങ്കിൽ കമ്പനി നമ്മുടെ പോർട്ടിങ്ങിന് ഒരു ഗുഡ് പോർട്ടിംഗ് ആയിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഈ പോളിസിക്ക് ഏജ് ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും അതിലേക്ക് പോർട്ട് ചെയ്യാം. പക്ഷേ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. മറ്റെല്ലാ കമ്പനികളെയും പോലെ നിവാബൂപ്പയും പോർട്ടിംഗ് പോളിസികളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് അവർക്ക് വരുന്ന ക്ലെയിമുകളിൽ 80% പോർട്ട് ചെയ്ത പോളിസികളിൽ നിന്നാണ് എന്ന ന്യായമാണ് അവർ പറയുന്നത്. ഇത് എന്ത് ന്യായമാണ് എന്ന് കേൾക്കുമ്പോൾ തോന്നാം, പക്ഷെ യാഥാർത്ഥ്യം അതാണ്. അതിന്റെ കാരണം കഴിഞ്ഞ വർഷങ്ങൾ അത്രയും അവർ വേറൊരു കമ്പനിയിൽ പ്രീമിയം അടച്ചിട്ട് ഇപ്പോൾ ഈ കമ്പനിയിൽ വന്ന് പ്രീമിയം അടച്ച് ഉടനെ ക്ലെയിം ചെയ്യുന്നു. ചില കമ്പനികൾ പോർട്ടിങ്ങിന് കണ്ടീഷൻസ് വരെയും വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി വിശകലനം ചെയ്ത് പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്ന് ബോധ്യപ്പെട്ട ശേഷം മാത്രം ചെയ്യുക. അല്ലെങ്കിൽ വറ ചട്ടിയിൽ നിന്നും
തീയിൽ വീണ അവസ്ഥയായി പോകും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കമ്പനിയിൽ ചിലപ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവും, പക്ഷെ എടുത്തു ചാടുന്നത് അതിലും വലിയ പ്രശ്നത്തിലേക്ക് ആയിത്തീർന്നേക്കാം. അതുകൊണ്ട് വറചട്ടിയിൽ നിന്നും തീയിലേക്ക് വീഴുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക. അതേപോലെ ഈ പോളിസി ഒരു സൂപ്പർ ടോപ്പ് പോളിസിയായും എടുക്കാം. 5 ലക്ഷം വരെയുള്ള ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ വെച്ച് അൺലിമിറ്റഡ് കവറേജ് ഉള്ള ഈ പോളിസിയുടെ ബെനിഫിറ്റ് എല്ലാം നമുക്ക് എടുക്കാനായിട്ട് കഴിയും. കൂടാതെ പ്രീമിയത്തിൽ വലിയ ഒരു തുക ഡിസ്കൗണ്ടും നേടാം. മെഡിസപ്പ്, നോർക്ക, പ്രവാസി ഇൻഷുറൻസ് തുടങ്ങിയവ ഉള്ളവർക്കും ഇത്തരത്തിൽ ഈ പോളിസി ഒരു ടോപ്പ് അപ്പ് ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. 5 ലക്ഷം വരെ അവർക്ക് ഡിഡക്റ്റബിൾ വെച്ചുകൊണ്ട് തന്നെ എടുക്കാം. മേൽപ്പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം അവർക്ക് ഉപയോഗിക്കാനും കഴിയും. പ്രീമിയത്തിൽ അവർക്ക് അതിനനുസരിച്ച് വലിയൊരു കുറവ് ലഭിക്കുകയും ചെയ്യും. അതേപോലെ പ്രീമിയം കുറയ്ക്കാനായിട്ട് വേണ്ടി 10% മുതൽ 50% വരെ എല്ലാ ക്ലെയിമിലും ഓരോ ക്ലെയിം വരുന്നതിനകത്തും കോ പേയ്മെന്റ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്താൽ 50%-ലധികം പ്രീമിയം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. പ്രായമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. വലിയ പ്രീമിയം തുക വരുമ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഈ പ്ലാനിൽ അഡീഷണൽ പ്രീമിയം അടച്ച് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ എടുക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അതേപോലെ മറുവശമായി അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അസുഖങ്ങളൊന്നുമില്ല എങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ചൂസ് ചെയ്താൽ അതിനും പ്രീമിയത്തിൽ നിശ്ചിത ശതമാനം കുറയും. ഇപ്പോൾ പ്രായം കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടൈഡ് നെറ്റ്വർക്കിലുള്ള ആശുപത്രികൾ മാത്രമേ നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യൂ എന്നുള്ളതെന്നുണ്ടെങ്കിൽ 15% പ്രീമിയം പിന്നെയും കുറയ്ക്കാൻ കഴിയും. ക്ലെയിം പ്രോമിസ് എടുക്കുന്ന ഹെഡ്സപ്പ് എന്ന ഓപ്ഷൻ ഈ പോളിസിയിൽ സെലക്ട് ചെയ്താലും പ്രീമിയം കൂടുകയല്ല, ഇവിടെ പകരം 15% ഡിസ്കൗണ്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നമ്മൾ വെളുക്കാൻ തേച്ചത് നമുക്ക് പാണ്ടായിത്തീരും. അപ്പൊ അതുകൊണ്ട് ഡിസ്കൗണ്ടുകളെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രം ഡിസ്കൗണ്ട് ചൂസ് ചെയ്യാം. ഈ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ താങ്ങാൻ കഴിയാത്ത ഒരു പ്രീമിയം വന്നാൽ അത് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഉപയോഗിക്കാവുന്ന നല്ലൊരു ടൂള്. ബാക്കിയുള്ളവർ അവർക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പ്രീമിയം ഏകദേശം എത്ര വരും എന്ന് കൂടി പറയാം. നമ്മുടെ ഈ പോളിസി ഗ്രൂപ്പ് പോളിസി അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ GST ബാധകമല്ല. ഗവൺമെന്റ് പൂർണ്ണമായും ടാക്സ് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടയ്ക്കുന്നത് മുഴുവൻ പ്രീമിയത്തിലേക്ക് പോകുമെന്ന ഉപകാരം ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് റീറ്റെയിൽ ആയിട്ട് എടുക്കുന്നവർക്ക് ഇൻകം ടാക്സിലോ സെക്ഷൻ 80D പ്രകാരം ഇപ്പോഴും അത് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ തുകയ്ക്ക് ബെനിഫിറ്റും കിട്ടും. അതുകൊണ്ട് മാർച്ച് മാസത്തിൽ ടാക്സ് പ്ലാൻ ചെയ്യുന്നവർക്കും ഇതൊരു ഉപകാരപ്പെട്ട ഒരു പോളിസിയുമാണ്, ഒരു വീഡിയോയുമാണ്. ഈ പ്ലാനിൽ ഇന്ത്യ മഹാരാജ്യത്തെ 8 സോണുകളായിട്ടാണ് കമ്പനി തിരിച്ചിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രീമിയം കണക്കാക്കിയിരിക്കുന്നത്. സോൺ 1 എന്ന് പറയുന്നത് സ്വാഭാവികമായും ഡൽഹി, ബോംബെ പോലുള്ള മെട്രോ സിറ്റികളാണ്. അവിടെ 35 വയസ്സുള്ള ഒരു മുതിർന്ന വ്യക്തിക്ക് GST ഇല്ലാതെ ബേസ് വേരിയന്റ് ആയ ക്ലാസിക്കിന് 8,095 രൂപയേ വരുന്നുള്ളൂ. സെലക്ട് ചെയ്യുന്ന രണ്ടാം വേരിയന്റിന് 10,237 രൂപയേ വരുന്നുള്ളൂ. എലൈറ്റ് വേരിയന്റിന് സെലക്റ്റിനെ അപേക്ഷിച്ച് 1,400 രൂപയും കൂടി അധികമായി വരുന്നുള്ളൂ. ടോപ്പ് വേരിയന്റ് ആയ ബ്ലാക്കിന് 13,460 രൂപയേ ആകുന്നുള്ളൂ. ഇനി 35 വയസ്സുള്ള ഭാര്യയും ഭർത്താവും കൂടി എടുത്താൽ ക്ലാസിക്കില് 14,000 രൂപയും വരുന്നുള്ളൂ. സെലക്റ്റിൽ 17,240 രൂപയേ ഉള്ളൂ. എലൈറ്റിന് 19,600 രൂപയേ വരുന്നുള്ളൂ. ബ്ലാക്കിന് 22,600 രൂപയേ വരുന്നുള്ളൂ. ഞാൻ ഇതിൽ ഓപ്ഷണൽ ബെനിഫിറ്റുകൾ ഒന്നും ചേർത്തിട്ടില്ല. അവയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചേർക്കുക. അതിനനുസരിച്ച് പ്രീമിയത്തിൽ കൂടുതലും കുറവും വന്നേക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ ഈ തുകയ്ക്ക് അൺലിമിറ്റഡ് കവറേജ് ആണ് ലഭിക്കുന്നത് എന്നും ഓർക്കണം. നമുക്ക് സം ഇൻഷുറിനെ കുറിച്ച് ടെൻഷൻ ആകുകയേ വേണ്ട. എത്രയാണോ ഹോസ്പിറ്റൽ ചെലവ് വരുന്നത് അത് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇതിൽ കണ്ടീഷൻസ് വേറെ ഒന്നും ഇല്ല. ഇനി ഇതിൽ ഡിസ്കൗണ്ടുകൾ കൂടി ചേർത്താൽ ഇതിലും കുറവായിരിക്കും പ്രീമിയം വരിക. നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേരളം വരുന്നത് 5ാമത്തെ സോണിലാണ്. നിങ്ങളുടെ ആധാറിലെ അഡ്രസ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഏത് സോണിലാണ് നിങ്ങൾ വരിക എന്ന് കണക്കാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രീമിയം വരുമെന്ന് കൃത്യമായി അറിയാൻ ഇവിടെ നൽകിയിട്ടുള്ള എൻ്റെ നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പോളിസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയ നിവാരണത്തിനും കഴിയും. അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പോളിസി മനസ്സിലാക്കി എടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഇതിൻ്റെ ഒരു അടുത്ത വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സംശയ നിവാരണവും ചോദ്യോത്തര സെഷനും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ഇന്ന് വരെയും ഞാൻ കണ്ടതിൽ വെച്ച് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ഞാൻ വന്നതിന് ശേഷം ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ
ആദ്യം പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോളിസിയാണ്. ഒരുപാട് നെഗറ്റീവുകൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു പ്രശ്നം നമുക്കാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനായിട്ട് നാട്ടിലൊരു ട്രെൻഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുമ്പോൾ കോമ്പറ്റീറ്റർ സ്വാഭാവികമായിട്ടും ഇതിനെ നശിപ്പിക്കാനാണ് നോക്കുക. നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ കാണാറുള്ള സെയിം സംഗതി തന്നെ ഇവിടെ കമ്പനികൾ പയറ്റുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ പറയുന്ന പ്ലാനിനെ താറടിച്ച് കാണിക്കാനും മോശമാക്കി കാണിക്കാനായിട്ടൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഇനി എന്തെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്താൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കൃത്യമായിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ആ വിഷയങ്ങൾ സംസാരിച്ച് കൃത്യമായി അതിനൊരു ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പുതിയ വീഡിയോകൾ എൻ്റെ ചാനലിൽ വരുന്ന ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധമായ തീരുമാനത്തിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ മൊത്തത്തിലൊന്ന് വിലയിരുത്തുക, എൻ്റെ വീഡിയോകൾ മൊത്തത്തിലൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം എന്താണ് എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.